സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ മുഹമ്മദ് നിഹാൽ എന്ന തൊപ്പിക്ക് തിരിച്ചടി. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ശക്തമായി എതിർത്തുകൊണ്ട് ആലുവ റൂറൽ സൈബർ പോലീസ് എറണാകുളം സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നതെന്നും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, ബന്ധപ്പെട്ട വ്യക്തികളുടെ മൊഴികൾ എന്നിവ പരിശോധിച്ചു വരികയാണ്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP റവാഡ ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആലുവ റൂറൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അശ്ലീല പ്രചരണം, ലഹരിമരുന്ന് ഉപയോഗം, പോക്സോ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് നിഹാലിനും ഇയാളുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത്. അതേസമയം നിഹാലിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന MRZ ഗ്യാങ്ങിലെ ചില അംഗങ്ങൾ തന്നെ ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി. നിഹാൽ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും പ്രായപൂർത്തിയാകാത്തവരെ ചൂഷണം ചെയ്തിരുന്നുവെന്നും ആരോപണങ്ങൾ ഉന്നയിച്ചു. നിഹാലിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പാക്കറ്റ് കണ്ടെത്തുന്നുവെന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്തിമ നിഗമനത്തിലെത്താൻ പോലീസ് അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട്. ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക പിന്തുണയുള്ള തൊപ്പിക്കെതിരായ കേസ് ഇപ്പോൾ ഓൺലൈൻ ഉള്ളടക്കങ്ങളുടെ ഉത്തരവാദിത്വവും നിയമപരമായ നിയന്ത്രണങ്ങളും സംബന്ധിച്ച് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്.